ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്താണ് എടുത്തു വച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞ ഒരു ബിലോ ആവറേജ് മൂവി. മാനാട്, മങ്കാത്ത ഇതൊക്കെ എടുത്ത വെങ്കട് പ്രഭുവിൻ്റെ വെച്ച് നോക്കുമ്പോൾ കരിയറിലെ ഏറ്റവും മോശം ചിത്രം എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടില്ല. ബിലോ ആവറേജ് മൂവി. നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കേണ്ടതൊക്കെ പടത്തിലുണ്ട്. ആവേശപ്പെടുത്തുന്ന ചില സീനും കാര്യങ്ങളൊക്കെ പടത്തിലുണ്ട്. വിജയ് ഫാൻ അല്ലാത്ത ഒരാൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ എന്തോ ആടേ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള പടം. ലിയോക്കെ കണ്ട് വാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു സീൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയണം. ആകെ ഒരു ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ യങ് വിജയിൻ്റെ പെർഫോമൻസ് അത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ആ ഒരു മൊമെൻറ്റ് മാത്രമാണ് ഈ പടത്തിൽ എടുത്തു പറയാനുള്ളത്. പിന്നെ വേണ്ടാത്തടുത്ത് പാട്ടൊക്കെ ആഡ് ചെയ്ത് 3 മണിക്കൂർ ദൈർഘ്യം തന്നെ പടത്തെ വല്ലാതെ ബോറടിപ്പിക്കുന്നുണ്ട്. ചില സീൻ എടുത്ത് വെച്ച് പടം കൊണ്ടുപോകുന്നു. ടൈലൻഡിലൊക്കെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം കയറ്റി വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ വളരെ ബോറായിരുന്നു. ആകെ ഒരു എൻഗേജിങ് എന്ന് പറയാനുള്ളത് സെക്കൻഡ് ഹാഫിലെ യങ് വിജയ് വരുന്നുള്ള ആ ഒരു സീൻ മാത്രമാണ്. റോളിൽ വന്നവരൊക്കെ അവരുടെ പെർഫോമൻസ് കുറച്ച് ഗംഭീരമാക്കിയിട്ട് അങ്ങ് പോയിട്ടുണ്ട്. നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ പടം 1 ടൈം വാച്ചബിളായിട്ട് കാണാം. അല്ലാത്തവർക്ക് ഇതൊരു ബിലോ ആവറേജ് മൂവി മാത്രമായിരിക്കും. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ അഭിപ്രായം പറയും.